ഇന്നിപ്പോൾ രാവിലെ നീറ്റ വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ, നല്ല പെരും മഴ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സംക്രാന്തി പണിയുണ്ട്. കുറച്ചൊക്കെ അന്ന് ചെയ്തതായിരുന്നു, മാറലൊക്കെ തട്ടിയിട്ടുണ്ട്. ഇനി ജനലും വാതിലൊക്കെ തുടയ്ക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നിലം തുടയ്ക്കാൻ. അപ്പോൾ നോക്കിയാലോ. ജനലും വാതിലൊക്കെ തുടക്കണേക്ക് മുന്നായിട്ട് കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. ചോറ് വെച്ച ചെമ്പ്, അതുപോലെ തന്നെ രാവിലെ ഇപ്പം ഇന്ന് എന്താ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുട്ടികൾക്ക് കൊടുത്തയച്ചതിൻ്റെയൊക്കെ പാത്രങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് വേഗം ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ അടുക്കളയിലത്തെ റാക്ക് ഉണ്ടോ, കുറച്ച് ഗ്ലാസും കാര്യങ്ങളും അത്യാവശ്യമായിട്ട് ആരെങ്കിലും വന്നെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തുടച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് മല്ലിയുണ്ട്. റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയൊക്കെ അവിടെയാണ് വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി തുടച്ചു കേട്ടോ. ഉയരക്കുറവിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് സ്റ്റൂൾ വെച്ചിട്ടാണ് കയറിയിട്ട് നമ്മളെല്ലാം തുടയ്ക്കുന്നത്. ഇങ്ങനെ സാധനങ്ങൾ എടുക്കാനുള്ളതൊക്കെ താഴത്തുനിന്ന് ജസ്റ്റ് കൈ തൊട്ടിട്ട് ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ എങ്കിലും അതിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ തുടയ്ക്കണമെങ്കിൽ നമ്മൾ സ്റ്റൂൾ വെച്ചിട്ട് തന്നെ കയറണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ ഇവിടെ തട്ടി കുടഞ്ഞൊക്കെ തുടയ്ക്കുന്നതാണ്. പക്ഷേ നമുക്കുണ്ടല്ലോ, ഇപ്പോൾ മഴയാകുമ്പോൾ കുഴപ്പമില്ല. കുറച്ച് ഈ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ നല്ലോണം എന്താ പറയുക, ആ പൊടി ഉണ്ടാവില്ലേ, വണ്ടികളുണ്ട് പോകുമ്പോൾ അതിൻ്റെ പൊടി മൊത്തം ഈ അടുക്കളയിലേക്കാണ് വരിക. രാവിലെയൊക്കെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും പ്ലേറ്റിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ റോഡ് സൈഡിലുള്ള വീടുള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് ഉള്ളിലോട്ട് വീട് വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ആ റാക്കൊന്ന് ക്ലീൻ ആയതിന് ശേഷം ഞാൻ നേരെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു റാക്ക് ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വെക്കുക. മറ്റേ റാക്കിൽ പരിപ്പ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുക. ആ പാത്രം വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് കണ്ടോ, അതിൻ്റെ ആ ഒരു സൈഡിലേക്കായിട്ട് എനിക്ക് കയ്യെത്തില്ല. അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ട് ഞാൻ വല്ല ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അറ്റത്തേക്കായിട്ട് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ കയറിയാലാണ് എനിക്ക് അതിലെത്തുള്ളൂ. അതുകൊണ്ട് തുടയ്ക്കുമ്പം അല്ലാതെ സാധാരണ എനിക്ക് അതിൻ്റെ മുകളിൽ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ടൈല് ക്ലീൻ ചെയ്യുന്ന സാധനമൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ആരും പെട്ടെന്ന് കയ്യെത്തില്ല. പിന്നെ മുകളിലത്തെ ആ വലിയ റാക്ക് ഉണ്ടല്ലോ, അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ വല്ല കോണി എന്തെങ്കിലും വേണം. ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ ഒഴിവാക്കി വരുന്നുണ്ട്. അവിടെ പിന്നെ ഏട്ടനിടയ്ക്ക് കയറിയിട്ട് അവിടുന്ന് സാധനങ്ങൾ എടുക്കുകയും അതുപോലെ എന്തെങ്കിലും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ കളയുകയും ചെയ്യും കേട്ടോ. ഡപ്പയൊക്കെ ഇങ്ങനെ ഒന്ന് കശപശന്നിരിക്കുന്നുണ്ട് അവിടെ. അത് വേറെ ഒന്നല്ല, ഞാൻ ഇവിടുന്ന് എടുത്ത് അതിൻ്റെ മുകളിലേക്കാണ്ട് എറിയുകയാണ് ചെയ്യുന്നത്, എത്താത്ത കാരണേ. പിന്നെ ഏട്ടന് എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. അങ്ങനെ തന്നെ ഇടയിലാണ് ഇന്നലെ കൊടുന്ന പുളിമുട്ടായി കിട്ടിയത്. അപ്പോൾ അതും കൂടി ഒന്ന് കഴിക്കാൻ കേട്ടോ. അപ്പം ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് മുതിര ഉപ്പേരി രസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജനലും വാതിലൊക്കെ തുടയ്ക്കാനുണ്ട്. റൂമത്തെയും ഹാളത്തെയും അടുക്കളയിൽ ഇത്തിരി ഉള്ളൂന്ന് വിചാരിച്ചാണ്. പക്ഷെ നല്ലോണം ഉണ്ടായിരുന്നു കച്ചറയൊക്കെ. നമ്മൾ ഡെയിലി വൃത്തിയാക്കുന്നതാണെങ്കിലും കൂടുതലായിട്ടുണ്ടായിരുന്നു. ഡപ്പകളും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്ന് ഒഴിയുമ്പോഴേ അപ്പൊ കഴുകി വെക്കുന്നതുകൊണ്ട് അതിന്റെ മുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റാക്കിന്റെ മുകളിൽ കൂടെയൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് എന്താണ് ഇതുണ്ടല്ലോ, റോഡ് സൈഡ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ മഴയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് വെയിലറിച്ചാൽ തന്നെ പൊടി നല്ലോണം പാറും. അപ്പൊ ആ പൊടി അങ്ങനെ വന്നിട്ട് അടുക്കളയിലേക്കും ഹാളിന്റെ മുകളിലെ റെക്കോർഡിലും ഒക്കെയാണ് പിടിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ ഇതാണിപ്പോ നമുക്ക് പെയിന്റ് അടി കഴിഞ്ഞാലാണ് ഫുള്ള് വൃത്തിയാവുള്ളൂ. ഓണറോട് പറഞ്ഞിട്ടുണ്ട് പെയിന്റ് വാങ്ങിച്ചു തരാം, ഞങ്ങൾ അടിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാങ്ങി തരും. ഓക്കെ. അപ്പോഴേക്കും അതിന്റെ ഇടയിൽ കൂടെ രസം ഉണ്ടാക്കി. നമ്മൾ രാവിലെ ചോറായ അടുപ്പത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു മുതിര. അപ്പോ അതുകൊണ്ട് ഒരു ഉപ്പേരിയും വെച്ചു. പിന്നെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാറായി. അപ്പോഴേക്കും സമയം 1 മണിയായി. അടുക്കളത്തതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 1 മണിയായി. അപ്പൊ ഇനി ഫുഡ് കഴിക്കാനായി. ഏട്ടൻ വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോഴേക്കും റൂമിലൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഓടേണ്ടി വന്നാലോചിച്ചിട്ടിരിക്കുകയാണ്, നോക്കട്ടെ. വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നുള്ളൂവെങ്കിലും നമുക്ക് അത്യാവശ്യം തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഈ തുടയ്ക്കലുകളുടെ ഇടയിൽ കൂടെ നമുക്ക് ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ റേക്കോളിൻ്റെ മുകളിൽ നമുക്ക് വേസ്റ്റായിട്ട് കിടക്കണ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ കാണുമ്പോൾ ഞാൻ അപ്പോൾ കളയും. പിന്നെ എത്താത്തതൊക്കെ ആണെങ്കിൽ കയറി എടുക്കാനുള്ള മടിയും കൊണ്ടേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കും. ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോഴൊക്കെയാണ് അതെടുത്ത് കളയുക. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടുക്കള നേരെ ഇപ്പുറത്തെ സൈഡിലെ ബെഡ്റൂമും
അടുക്കളയിലെ കട്ടിലും ഒക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. അതിപ്പോൾ അടുക്കളയിലെ കട്ടിലും തുടയ്ക്കണം. അതിൻ്റെ അപ്പുറത്ത് ബെഡ്റൂമിൻ്റെ കട്ടിലും തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്റൂമിൻ്റെ ഉള്ളത്തെ ജനലൊക്കെ തുടച്ചു വിട്ടു. അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല. എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ടേ. നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ. ഒരു അടുക്കളയുടെ ആണെങ്കിലും റൂമിൻ്റെ ആണെങ്കിലും ഒരു റൂമൊക്കെ തുടച്ച് കഴിയുന്ന സമയത്തേക്ക് തന്നെ നല്ല ബക്കറ്റിൽ 1/2 ബക്കറ്റ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടാവും, സോപ്പ് പൊടി ഇട്ടിട്ട്. അത് നല്ല കൊഴുങ്ങനെ ആയിട്ടുണ്ടാവും. അത്രയും പൊടി പിടിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും തുടയ്ക്കാറുള്ളൂ കേട്ടോ. ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് തുടയ്ക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ തുടയ്ക്കും. പിന്നെ ഈ ജനലൊക്കെ കണ്ടില്ലേ, ജനലിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ ഡെയിലി നമ്മൾ അടിച്ചൊരു തുടയ്ക്കില്ലേ, ആ ഒരു സമയത്ത് തുടയ്ക്കും. അതുകൊണ്ട് അവിടെയൊന്നും വല്ലാതെ പൊടി ഉണ്ടാവില്ല. എനിക്ക് കർക്കിടക സംക്രാന്തി സമയത്ത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. അല്ല, ആരും ഇല്ലാണ്ടിരിക്കുന്നത് നല്ലത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നങ്ങനെ ചെയ്യുമ്പോൾ അതിനും ഒരു സുഖം വേറെ തന്നെയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സംസാരത്തിൽ ശ്രദ്ധിക്കും. ഇപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ മകൾ വന്നു കേട്ടോ. മകൾ വന്നപ്പോഴേക്കും 3/4 ഭാഗം തുടയ്ക്കലായതേ ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതാ വൈകിയത്. ഇല്ലെങ്കിൽ ഒരു 2 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ ഉള്ളിലത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു റൂമിൻ്റെ ഡോറും കൂടെ തുടയ്ക്കണം. പിന്നെ ഉമ്മറ ഡോറും പുറത്തെ ജനലുകളെ തുടയ്ക്കാനുള്ളൂ. നമ്മുടെ സംക്രാന്തി പണി കഴിഞ്ഞു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടില്ല. ഞാൻ നല്ല കപ്പ, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് നാളികേരൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടൻ കാപ്പി ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ. നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം കേട്ടോ. Everywhere